لكن لنا فيه ظن لا يخيبنا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ജില്ലകൾ, അതേപോലെ ഗൾഫ് രാഷ്ട്രങ്ങൾ, USA അമേരിക്കയിലെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ വരെ നമ്മുടെ ഈ ഒരു പഠന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ധാരാളം ശ്രോതാക്കൾ ഉള്ളതായിട്ട് നമുക്ക് സന്തോഷകരമായിട്ടുള്ളൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പുതിയ സെഷനിലേക്ക്, ഇന്നത്തെ ഒരു പുതിയ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വാം വെൽക്കം ഓൾ ഓഫ് യു. സോ ഇന്നലെ നമ്മൾ ഗ്രൂപ്പ് ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അതിനുള്ള അഭിപ്രായ പ്രകടനത്തിന് വേണ്ടി ഓപ്പൺ ചെയ്തു കൊടുത്തപ്പോൾ വളരെ പ്രചോദനമാവുന്ന തരത്തിലുള്ള വോയിസുകളും ടെക്സ്റ്റ് മെസ്സേജുകളുമാണ് നമുക്കിന്നലെ ആ ഒരു നമ്മുടെ ഗ്രൂപ്പിൽ കാണാൻ കഴിഞ്ഞത്. ഇതിൽ അൻവർക്ക് അടക്കം, അല്ലെങ്കിൽ ഇസ്മായിൽ സാഹിബ് അടക്കം, പിന്നെ അതേപോലെ പേരറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഹാരിസ് സാർ അടക്കമുള്ള ധാരാളം ആളുകൾ, വിദ്യാർത്ഥികളെന്നോ രക്ഷിതാക്കളെന്നോ പ്രായമുള്ള ആളുകൾ എന്നോ വ്യത്യാസമില്ലാതെ പലതരത്തിലുള്ള പ്രായത്തിലുള്ള ആളുകളടക്കം നമ്മുടെ ഇന്നലത്തെ ഈ ഒരു ആ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ അറിയിച്ച പ്രതികരണങ്ങൾക്കുള്ള ആദ്യമായിട്ട് ഞങ്ങളുടെ ടീമിൻ്റെ നന്ദി എല്ലാവരെയും ഹൃദ്യമായി അറിയിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, അവിടെ സയൻറ്റിഫിക് ബെനിഫിറ്റ്സ് ഓഫ് അബ്ലൂഷൻ, അതായത് വുളൂവിൻ്റെ ശാസ്ത്രീയ ഗുണങ്ങൾ എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. സോ ചിലപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. വുളൂവിനും ശാസ്ത്രീയ ഗുണങ്ങളുണ്ടോ എന്ന് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ അറിയുന്നത്. ഒരുപക്ഷെ വുളൂവിനെ പറ്റിയുള്ള ആയത്ത് തന്നെ നമ്മൾ കേൾക്കുന്നത് ഒരു പക്ഷേ ചില ആളുകളെങ്കിലും ആദ്യമായിട്ടായിരിക്കും. സോ വുളൂവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, അല്ലെങ്കിൽ ഖുർആനിൽ അള്ളാഹു കൽപ്പിച്ച ആ കൽപ്പന, ആ ആയത്ത് ആദ്യമായി നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുസ്ലിമീങ്ങളോട് മുഴുവൻ നിസ്കാരത്തിന് മുമ്പ് വുളു എടുക്കണം, അത് നിർബന്ധമാണ് എന്ന് കൽപ്പിക്കുന്ന ഒരായത്താണ്. ആയത്ത് സൂറത്ത് മാഇദയിലെ 6-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ച ആളുകളെ, ഇദാ ഖുംതും ഇലസ്വലാത്തി, നിങ്ങൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ, ഫഅ്സിലു വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകണം, വ ഐദിയക്കും ഇലൽ മറാഫിഖി, കൈമുട്ടുൾപ്പെടെ കഴുകണം, വംസഹു ബിർഊസിക്കും, നിങ്ങൾ നിങ്ങളുടെ തല തടവണം, വ അർജുലക്കും ഇലൽ കഅബൈൻ, നിങ്ങൾ കാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. ഇത്രയാണ് ഖുർആനിൽ നമ്മളോട് വുളൂവിനെ പറ്റി പറഞ്ഞത്. ഇതിന്റെ മീനിങ് നിങ്ങൾക്ക് ആ സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ കഴിയും. സത്യവിശ്വാസികളെ, നിങ്ങൾ നമസ്കാരത്തിന് ഒരുങ്ങിയാൽ നിങ്ങളുടെ മുഖങ്ങളും മുട്ടുവരെ 2 കൈകളും കഴുകുകയും നിങ്ങളുടെ തല തടവുകയും നെരിയാണി വരെ നിങ്ങളുടെ 2 കാലുകൾ കഴുകുകയും ചെയ്യുക. അപ്പോൾ അതാണ് ആ ഒരു നമ്മുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ കൽപ്പന. ഇനി നമ്മൾ ആത്മീയപരമായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട്. മഹ്ശറയിൽ സിറാത്ത് പാലത്തിൽ ഈ ഇതിൻ്റെ ഒരു വെളിച്ചം കാര്യങ്ങൾ, അതേ രൂപത്തിൽ മഹ്ശറയിൽ മുഖം പ്രകാശിക്കുന്ന ആളുകൾ വുളൂ ചെയ്ത ആളുകളായിരിക്കുമെന്ന റസൂലിന്റെ ഹദീസുകൾ, ആ തരത്തിലുള്ള അറിവുകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ വാട്ട് ഈസ് ദ ബെനിഫിറ്റ്സ് ഇൻ സയന്റിഫിക് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ശാസ്ത്രീയ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി കേൾക്കാനും കാണാനും പോകുന്നത്. സോ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഗുണം, നമ്മുടെ ഈ ഒരു വുളൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ഗുണം എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, ഈ മുഖവും തലയും കൈകളും അതേപോലെ കാലും, ഇതൊക്കെ നമ്മുടെ ബാഹ്യ അവയവങ്ങളാണ്, പുറത്തേക്ക് കാണിക്കുന്ന അവയവങ്ങളാണ് ഇതൊക്കെ. പുറത്ത് കൂടുതൽ അന്തരീക്ഷവുമായി ഇടപഴകുന്ന അവയവമാണ് ഈ പറയുന്ന അവയവങ്ങളൊക്കെ. അപ്പോൾ ഒന്നാമത്തെ ഒരു ഗുണം, ഇത് ധാരാളം സ്റ്റഡീസുകൾ, അതായത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ധാരാളം സ്റ്റഡീസുകളുടെ പഠനത്തിൽ നിന്നും വളരെ ബ്രീഫായി എടുത്തിട്ട് ഔട്ട്പുട്ട് മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പറയുകയാണെങ്കിൽ വിശാലമായി ധാരാളം ഇതിനെ പറ്റി എക്സ്പ്ലനേഷൻ നടത്താണ്ട്, പക്ഷെ ഏറ്റവും ക്രീമായിട്ടുള്ള ഔട്ട്പുട്ട് മാത്രമാണ് ഇവിടെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. സോ
ഒന്നാമത്തെ ഗുണം അബ്ലൂഷൻ റിഫ്രഷേഴ്സ് യുവർ ബോഡി എന്നാണ്. അബ്ലൂഷൻ വുളുവിന് അംഗസ്നാനത്തിന് അബ്ലൂഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ അബ്ലൂഷൻ റിഫ്രഷേഴ്സ് യുവർ ബോഡി. വുളുവ് എന്ന പ്രക്രിയ നമ്മുടെ എല്ലാവരുടെയും അബ്ലൂഷൻ റിഫ്രഷ് ചെയ്യും എന്ന് നമുക്ക് കാണാം. സ്ക്രീനിൽ കാണുന്നത് അബ്ലൂഷൻ റിഫ്രഷേഴ്സ് യുവർ ബോഡി എന്നാണ്. സോ ബാഹ്യാവയവങ്ങൾ ശരീരവുമായി അന്തരീക്ഷവുമായി ഇടപഴകുന്ന സമയത്ത് നമുക്കറിയാം, എപ്പോഴും നമ്മൾ മാസ്ക് ഇട്ട് നടക്കൂലോ, എപ്പോഴും നമ്മൾ മുഖം മറിച്ച് നടക്കൂല, എപ്പോഴും നമ്മൾ മാസ്ക് ഇട്ട് നടക്കൂല. സോ നമ്മുടെ മൂക്ക്, നമ്മുടെ മുഖം, നമ്മുടെ തല, നമ്മുടെ ചെവി, നമ്മുടെ കൈ, നമ്മുടെ കാല്, ഡ്രസ്സ് മറയാത്ത ഭാഗങ്ങൾ, ബാഹ്യാവയവങ്ങൾ. ഈ ബാഹ്യാവയവങ്ങളിലേക്കാണ് വുളു എടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം തട്ടുന്നത് അല്ലെങ്കിൽ വെള്ളം എത്തുന്നത്. ഈ എത്തുന്ന സമയത്ത് തണുത്ത അല്ലെങ്കിൽ പച്ചവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം, ഒരു വെള്ളം അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന സമയത്ത് ശരീരവും വെള്ളവും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ വർക്കൗട്ട് ചെയ്തിട്ട് അബ്ലൂഷൻ റിഫ്രഷേഴ്സ് യുവർ ബോഡി. ഈ പ്രധാനപ്പെട്ട ഈ അവയവങ്ങൾ മുഴുവനും നമ്മൾ ആ വെള്ളം എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ഇന്നറിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു റിഫ്രഷ്മെന്റ് രൂപത്തിലുള്ള ഒരു പ്രവർത്തനം ബോഡിയുടെ ഉള്ളിൽ നടക്കുന്നതായിട്ട് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ വുളുവിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം ആക്റ്റീവ് ബയോളജിക്കൽ സ്പോർട്സ്. ആക്റ്റീവ് ബയോളജിക്കൽ സ്പോർട്സ്, നമ്മുടെ ഉള്ളിലുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള ചില സ്പോർട്ടുകൾ അത് ആക്റ്റീവ് ആവുന്നതായിട്ട് ഞങ്ങൾ കണ്ടെത്തി എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. കാരണം വെള്ളം ഒരു അത്ഭുതമാണല്ലോ. അപ്പോൾ വെള്ളവും ശരീരവും തമ്മിലുള്ള ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ചില പാർട്സുകൾ അവിടെ ആക്റ്റീവായിട്ട് അത് ആക്റ്റീവായി ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചില സ്പോർട്ടുകൾ ആക്റ്റീവ് ആവുന്നതായി ഞങ്ങൾ കണ്ടെത്തിയെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഒരു ഗുണമായിട്ട് പറയുന്നത് വാഷിംഗ് നോസ് പ്രിവെൻസ് ഫ്രം മൈക്രോബിക് ഡിസീസ്. നമ്മളിങ്ങനെ മൂക്ക് കഴുകൂലേ, അതായത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൂലേ, ആ സമയത്ത് വാഷിംഗ് നോസ് പ്രിവെൻസ് ഫ്രം മൈക്രോബിക് ഡിസീസ്. മൈക്രോബിക് ഡിസീസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൃദയ രക്തധമനി രോഗങ്ങൾ, അസ്ഥിക്ഷയം, ഡയബറ്റിക്സ് റിലേറ്റഡ് കംപ്ലൈൻസ്, ഇതൊക്കെ നമ്മൾ പറയുന്ന ഈ തരത്തിലുള്ള രോഗങ്ങളിൽ പെടും. ഇപ്പോൾ ഓക്കെ, വാഷിംഗ് നോസ് പ്രിവെൻസ് ഫ്രം മൈക്രോബിക് ഡിസീസ്. അപ്പോൾ സൂക്ഷ്മാണു രോഗങ്ങളിൽ നിന്ന് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന നമ്മളെ പോലെയുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുന്നത് വുളുവിലെ ഒരു കുറഞ്ഞ സമയത്ത് ഒരു മിനിറ്റോ 2 മിനിറ്റോ നീളുന്ന ആ ഒരു പ്രക്രിയ നമ്മൾ ചെയ്യുമ്പോൾ പ്രിവെൻസ് ഫ്രം മൈക്രോബിക് ഡിസീസ്, സൂക്ഷ്മാണു രോഗങ്ങളിൽ നിന്ന് നമ്മളെ ഒരു പരിധി വരെ തടയുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. നാലാമതായി ശാസ്ത്രജ്ഞന്മാർ പുറത്തുവിട്ട മറ്റൊരു കണ്ടെത്തൽ, വുളു എടുക്കുന്ന ആളുകൾ അത് നാലാമത്തെ ഒരു ഗുണം, വാഷിംഗ് ആംസ് ആക്ടിവേറ്റ്സ് ബ്ലഡ് സർക്കുലേഷൻ. നമ്മുടെ കൈ കഴുകുമ്പോൾ, അതായത് കൈപ്പത്തി മുതൽ കൈത്തണ്ട വരെ, മുട്ട് വരെ നമ്മൾ കഴുകും. ആദ്യം വലത്തെ കൈ 3 പ്രാവശ്യം കഴുകും, പിന്നെ ഇടത്തെ കൈ 3 പ്രാവശ്യം കഴുകും. ആ കഴുകുന്ന സമയത്ത് വാഷിംഗ് ആംസ്, ആ സമയത്ത് ആക്ടിവേറ്റസ് പ്രവർത്തനക്ഷമാവും അല്ലെങ്കിൽ ആക്റ്റീവ് ആവും. എന്താണ് ആക്റ്റീവ് ആവുന്നത്? നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, രക്തചംക്രമണ വ്യവസ്ഥ ഉള്ളതിനേക്കാൾ കൂടുതൽ ഒന്നും കൂടെ മെച്ചപ്പെടും അല്ലെങ്കിൽ ആക്റ്റീവ് ആവും എന്നുള്ള പഠനം കൂടെ ഈ വിഷയത്തിൽ പഠിച്ച ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. വുളുവിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം, അഞ്ചാമത്തെ ഒരു ഗുണമായിട്ട് വരുന്നത് വാഷിംഗ് ഹാൻഡ്സ് പ്രിവെൻസ് ഫ്രം ന്യൂമോണിയ. നമ്മുടെ കൈകൾ കഴുകുമ്പോൾ, കൈ കാണൽ നമുക്കറിയാം, എല്ലാ സ്ഥലത്തും നമ്മളിപ്പം ഒരാളായിട്ട് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുകയാണെങ്കിലും നോമ്പല്ലാത്ത സമയത്തും നോമ്പ് ഉള്ള സമയത്തൊക്കെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് കൈയാണ് പ്രധാനം. അപ്പോൾ ഈ കൈ നമ്മുടെ വീട്ടിലുള്ള ഹാൻഡ് വാഷോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി ആ രൂപത്തിൽ നമ്മൾ ഒരു അറിഞ്ഞുകൊണ്ട് വുളു എടുക്കുമ്പോൾ വാഷിംഗ് ഹാൻഡ്സ് പ്രിവെൻസ് ഫ്രം ന്യൂമോണിയ. ഇത് വെറുതെ പറയുന്നതല്ല, കൃത്യമായിട്ടുള്ള ഒരു പഠനമാണ്. നമ്മൾ ഫാസ്റ്റ് ട്രീറ്റിംഗ് അമേരിക്കയിൽ നടന്നൊരു പഠനം ഇന്നലെ നമ്മൾ കേട്ടു. A study carried out in Pakistan found that over 50 of pneumonia-related infections in children under the age of 50 could simply be prevented by the washing of hands with soap. Hand washing also reduces respiratory infections by removing infections. This സംഭവം എന്താ വെച്ചാൽ,
50% വരെ ന്യൂമോണിയ തടയുന്ന രൂപത്തിൽ നമ്മുടെ ഈ കൈകൾ 5 നേരം വൃത്തിയായി നമ്മൾ കഴുകുമ്പോൾ, ആ തരത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ, നമ്മുടെ ശരീരം മുഴുവനും വൃത്തിയുള്ളതായിട്ട് നമ്മൾ മാറുമ്പോൾ, നമ്മുടെ ടച്ചസ്, നമ്മുടെ സ്പർശനങ്ങൾ അത് ശുദ്ധിയുള്ള സ്ഥലത്തേക്ക് മാത്രമായി മാറുമ്പോൾ, ഈ കുട്ടികളിലാണ്, അതായത് അണ്ടർ ദ ഏജ് 5 വയസ്സിനൊക്കെ ആ സമയത്ത് മക്കളിലൊക്കെ ഈ തരത്തിലുള്ള ന്യൂമോണിയ പരമായിട്ടുള്ള രോഗങ്ങൾ ഒരു പരിധി വരെ തടയും എന്ന് പാകിസ്ഥാനിൽ നടന്ന ഒരു പഠനം നമുക്ക് തെളിയിച്ചു തരുന്നുണ്ട്. മറ്റൊരു ഗുണം പ്രധാനപ്പെട്ടത് റിൻസിങ് മൗത്ത് പ്രിവെന്റ് സിസ്റ്റമാറ്റിക് ഡിസീസ്. റിൻസിങ് മൗത്ത്, നമ്മളിങ്ങനെ വായ മിസ്വാക്കൊക്കെ ചെയ്യില്ലേ, ചില ആളുകൾ വായ നമ്മൾ മിസ്വാക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, അത് സുന്നത്തും കൂടാണ്. പിന്നെ ഇങ്ങനെ വായ കൊപ്പിളിക്കും. ആ സമയത്ത് റിൻസിങ് മൗത്ത് പ്രിവെൻസ് സിസ്റ്റമാറ്റിക് ഡിസീസ്. അതിനാദ്യം എന്താണ് സിസ്റ്റമാറ്റിക് ഡിസീസ് എന്ന് നമുക്കറിയണം. സിസ്റ്റമാറ്റിക് ഡിസീസിൽ വരുന്നത് പ്രധാനപ്പെട്ട ഹൃദയ രക്തധമനി രോഗങ്ങൾ, അസ്ഥിക്ഷയം, ഡയബറ്റിക് റിലേറ്റഡ് കംപ്ലൈൻസ്, ഈ പറയുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സിസ്റ്റമാറ്റിക് ഡിസീസിൽ വരികയാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ഡിസീസ് ആയിട്ടുള്ള രോഗങ്ങൾ റിൻസിങ് മൗത്ത് എന്ന ആക്ഷൻസ് മൂലം, നമ്മൾ വായ കൊപ്പിളിക്കുക എന്നുള്ള ആക്ഷൻസ് മൂലം പിന്നെ നമുക്കൊരു പരിധി വരെ തടയുന്നതാണ് പറയുന്നത്. ഇത് പഠനം എങ്ങനെയാണ്? ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് മുസ്ലിംസ് വാഷ് their hands before rinsing their mouth, ensuring that they rinse their mouth with clean water during the ablution. Muslims rinse their mouth in order to remove food particles and bacteria from the mouth. Most of them prefer. അത് നമ്മൾ മിസ്വാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള മുഴുവൻ കാര്യങ്ങളും വൃത്തിയായിട്ടാണ്, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടാണ് നമ്മൾ മിസ്വാക്ക് ചെയ്യുന്നത്. സോ ഈ തരത്തിലൊക്കെ നമ്മൾ വായ ശുദ്ധിയാക്കി ആ ഒരു ഘട്ടമായി പോകുന്ന സമയത്ത് ഈ തരത്തിലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തുകളും ഈ വുളൂവിന്റെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രൂപത്തിൽ റസൂലിനെയും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ സിസ്റ്റമാറ്റിക് ഡിസീസ് ഈ ഒരു പ്രവർത്തനം കൊണ്ട് നമ്മളിൽ നിന്ന് ഇല്ലാതാവും എന്ന് പഠനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള പഠനങ്ങൾ, ഈ തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ വുളൂ കൊണ്ട് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും എന്ന് ശാസ്ത്രലോകം പഠിപ്പിച്ചിരുന്നുണ്ട്. ഇനി ഇതിന്റെ കുറച്ചും കൂടി ഒരു ഡീപ്പായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി വിശാലമായ ഒരു അർത്ഥത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ വുളൂവിന്റെ പാർട്ട് 2 സംസാരിക്കും, ചർച്ച ചെയ്യും. അപ്പോൾ ഇതുവരെയും കേട്ടിരുന്ന മുഴുവൻ ആളുകൾക്കും ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ സമയമായിട്ടുണ്ട്. ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും പഠനം, ചിന്ത, ഗവേഷണം തുടങ്ങിയ കാര്യങ്ങൾ റമദാനിൽ ഈ പഠന പദ്ധതിയുമായി ഖുർആനും ആധുനിക ശാസ്ത്രവും എന്ന വിഷയം ആദ്യമായി ചില ആളുകൾ കേൾക്കുന്നുണ്ട് എങ്കിൽ, ആദ്യമായി കേൾക്കുന്ന ആളുകളാണെങ്കിൽ ഇത് വീട്ടകങ്ങളിൽ നമ്മുടെ മക്കളെ, നമ്മളെ ഭാര്യയെ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെ ഇതൊക്കെ കൂടിയിട്ട് ഈ നമ്മുടെ ഖുർആൻ എടുക്കുക, ഖുർആനിൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ആയത്തുകൾ കാണിച്ചു കൊടുക്കുക, ആ ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് മലയാള പരിഭാഷ വീട്ടിലില്ലാത്ത ആളുകൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, എന്നിട്ട് അതും ഇതും കൂടെ കണക്ട് ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുന്ന ഈ ആയത്തിന്റെ സയന്റിഫിക് ബെനിഫിറ്റ്സ് മക്കൾക്കും അല്ലെങ്കിൽ ഹസ്ബൻഡിനും വൈഫിനും ഒക്കെ മനസ്സിലാവുന്ന രൂപത്തിലൊരു ചർച്ച വീട്ടിലൊക്കെ സംഘടിപ്പിക്കുക. ആ രൂപത്തിൽ ഖുർആനുമായൊരു ലൈവിങ്, ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ഖുർആനുമായൊരു ലൈവ്, ഒരു ബന്ധം ഈ തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതിനുള്ള ഒരു കീ ആണ്, അല്ലെങ്കിൽ ഒരു താക്കോല് മാത്രമാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വുളൂവിന്റെ ശാസ്ത്രീയ ഗുണങ്ങൾ കുറച്ചും കൂടെ ഒരു ഡീപ്പ് രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ അവതരിപ്പിക്കും. നാളെ ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് 6:15 മുതൽ 6:30 വരെയുള്ള സമയത്താണ് ആയിരിക്കും ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഇതിന്റെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഒരു യൂത്ത് ആയിട്ടുള്ള ഡിഗ്രി, +2, 10ാം ക്ലാസ്, അത് കഴിഞ്ഞിട്ടുള്ള PG, B.Ed, പിന്നെ അങ്ങനെയുള്ള പ്രൊഫഷണൽസ്, ഈ രൂപത്തിലുള്ള യൂത്ത് ടീമിനെ ഈ സന്ദേശം, ഖുർആനിന്റെ ആധുനിക ശാസ്ത്രത്തിന്റെ ഈ സന്ദേശം നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന യൂട്യൂബ് ലിങ്കുകൾ അവർക്ക് അയച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കേൾക്കാൻ വേണ്ടി പറയും. ചിലപ്പോൾ അത് അവർ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. സോ ആ രൂപത്തിലൊക്കെ ഈ ഒരു പ്രവർത്തനത്തിന്റെ, ഈ ഒരു ഖുർആനിന്റെ ആശയ സംവേദനത്തിന്റെ കൈമാറ്റ പ്രക്രിയയിൽ, വൈജ്ഞാനിക സേവനത്തിൽ നിങ്ങൾക്കും പങ്കാളികളാവാം. ഇൻഷാ അല്ലാഹ് ഇത്രയും സമയം നമ്മളെ കേട്ടിരുന്നതിന്, വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ആവേശപൂർവ്വം വന്നതിന് എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് ശുക്രൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.